ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ലേബർ കോടതിയിൽ നിന്ന് കേസ് കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ റോഡ് ബ്ലോക്കായി. നമ്മുടെ സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ അപ്പുറത്ത്. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. വാഹനങ്ങളൊക്കെ മന്ദഗതിയിലായി, ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞു, മുമ്പിലും പുറകിലൊക്കെ നിരവധി വാഹനങ്ങളായി, ആകെ പുലിവാലായി. എന്താണാവും ഈ നേരമല്ലാത്ത നേരത്ത് ഇങ്ങനൊരു ബെത്തപ്പാട് എന്ന് ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് എത്തപ്പൈക്കാരുടെ വമ്പിച്ച പ്രകടനം കടന്നുപോവുകയാണ്. അപ്പോൾ കുറച്ചാളായി ഇവരുടെ ഈ പ്രകടനം കണ്ടിട്ട് വെള്ളക്കൊടിയൊക്കെ പിടിച്ച് നക്ഷത്രാങ്കിത ശുഭ്രപതാക എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ. അതിൽ പലതരത്തിലുള്ള എത്തപ്പൈക്കാരുണ്ട്. എത്തപ്പൈക്കാരുടെ പഴയ കാലത്തെ ഒരു യൂണിഫോമുണ്ട്, വെള്ളമുണ്ട്, വെള്ള ഷർട്ട്. ആ വേഷം ധരിച്ച ചില സഖാക്കളെങ്കിലും ഉണ്ട്. അവർ വല്ല നാട്ടിൻപുറത്തുനിന്നും വന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട 3-4 പേരെ അതിൻ്റെ അകത്ത് കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ന്യൂജൻ ചെറുപ്പക്കാരാണ്. അതിൽ ജീൻസിട്ട പെൺകുട്ടികളും ഏതാണ്ട് ലുലു മാളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന പോലെയുള്ള ആ ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇവർ വലിയ തോതിൽ വലിയ വായിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. SFI സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ഈ മുദ്രാവാക്യം വിളി കേട്ടിയാൽ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജൂലൈ 2-ാം തീയതിയാണ്. സഖാവ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വ വാർഷികമാണ്. അഭിമന്യു സഖാവ് മരിച്ചിട്ട് 9 കൊല്ലമോ മറ്റോ ആയി. ഇതുവരെ ഒരു കടവിലും എത്തിയിട്ടില്ല. കേസിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. പ്രതികളൊക്കെ ജാമ്യത്തിലിറങ്ങി നെഞ്ചും പിരിച്ച് നടക്കുക. വർഗീയത തുലയട്ടെ തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കട്ടെ. വർഗീയത 7-8-9 കൊല്ലമായിട്ടും തുലഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അന്ന് മുതൽക്ക് വിളിക്കുന്നതാണ് തുലയട്ടെ തുലയട്ടെ. ഇത്ര നാളായിട്ട് തുലഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നി. എത്തപ്പൈക്കാർ പിന്നെ വിളിക്കണ്ട. അതിൽ വിളിക്കപ്പെട്ടതിലൊരു മുദ്രാവാക്യം സെയ്താലിയെക്കുറിച്ചാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. സെയ്താലി എന്ന് പറഞ്ഞ സഖാവ് 1974 മറ്റോ പട്ടാമ്പി സംസ്കൃത കോളേജിൽ വെച്ച് കുത്തേറ്റ് മരിച്ച ആളാണ്. എത്തപ്പയുടെ ആദ്യത്തെ രക്തസാക്ഷി ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഈ സെയ്താലിയെ കൊന്ന കേസിൽ പ്രതിയായിരുന്ന ABVP-കാരൻ ശങ്കരനാരായണൻ പിന്നീട് ABVP-ന്ന് രാജിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും അദ്ദേഹത്തിൻ്റെ പേര് ഗസറ്റിൽ കൊടുത്ത് ബാബു എന്നാക്കി മാറ്റുകയും പിന്നീട് പാർട്ടിയുടെ കുന്നംകുളം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പറും പിന്നെ 2 ടേമിൽ കുന്നംകുളത്ത് MLA ആയി തീരുകയും ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചാലുണ്ട്. സെയ്താലിയെക്കുറിച്ച് ഓർത്തിട്ടല്ല. സെയ്താലിയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് സങ്കടമേ തോന്നും. അങ്ങനെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ബാബു സഖാവ് പാർട്ടിയുടെ MLA ആയി 10 കൊല്ലം കേരള നിയമസഭയെ പുളകിതനാക്കി. ഇപ്പോൾ അതേ MLA പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സഖാക്കളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഈ അഭിമന്യുവിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ തന്നെ എത്ര പേര് ഇതിനൊക്കെ മാനസാന്തരം വന്ന് മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നു നമുക്കറിയില്ല. ഇതുവരെയും അഭിമന്യുവിന് നീതി വാങ്ങിക്കൊടുക്കാൻ എത്തപ്പൈക്കാർക്കോ അവരുടെ വലിയേട്ടന്മാരായ CPM-കാർക്കോ പറ്റിയിട്ടില്ല. ആ പ്രതികൾ നെഞ്ചും പിരിച്ച് നടക്കും. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ആലപ്പുഴയിൽ ഒരു BJP-കാരനെ വീട്ടിൽ കയറി കൂടം കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് കൊന്ന കേസുണ്ടായിരുന്നു. അത് മാവേലിക്കര സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്ത് പ്രതികളായ 15 പേർക്കും തൂക്കുകയർ വിധിച്ചു. കാരണം എന്ന് വെച്ചാൽ RSS ഈ കേസിൻ്റെ പുറകേനുണ്ടായിരുന്നു. അവർ വിട്ടുകൊടുത്തില്ല. ഒറ്റ സാക്ഷി ചാടിപ്പോകാൻ അവർ സമ്മതിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ കൊടുത്തു. കോടതി വിചാരണ ചെയ്തു. 15 പേര് കുറ്റക്കാരാണെന്ന് കാണില്ല. 15 പേർക്കും വധശിക്ഷ വിധിച്ചു. കാരണം അവർക്കിതിൽ താല്പര്യമുണ്ടായിരുന്നു, പ്രതികളെ ശിക്ഷിക്കണം എന്ന് ഈ RSSകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പരിപാടിയാണ്. എല്ലാ ചരമവാർഷിക ദിനത്തിലും രക്തസാക്ഷികൾ സിന്ദാബാദ്, എത്തപ്പൈ സിന്ദാബാദ്, നക്ഷത്രാങ്കിത ശുഭ്രപതാക എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കല്ലാതെ. പിന്നെ ഈ ചെറുക്കന് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ചു. അത് വലിയ കഥയാണ്. വലിയ സംഖ്യ പിരിച്ചെടുത്തു. കോടിക്കണക്കിന് രൂപ പിരിച്ചു. ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ വീട്ടിൽ കൊടുത്തു. ബാക്കിയുള്ളതുകൊണ്ട് അഭിമന്യു സ്മാരകം പണിഞ്ഞു. ഇപ്പോൾ അത് വാടക കൊടുത്ത് പാർട്ടി വാടക മാസം ബാങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. അത് കഴിഞ്ഞിട്ട് ഈ ജീൻസ് ടോപ്പ് ഇട്ട പെൺപിള്ളേരും ആൺപിള്ളേരും എന്തോ പിക്നിക്കിന് പോകുന്ന പോലെ, അല്ലെങ്കിൽ ലുലു മാളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന പോലെ എത്തപ്പായി സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ടാൽ നമുക്ക് ചിരിക്കണോ കരയണോ അത് ഓക്കാനിക്കണോ എന്ന് സംശയം തോന്നും. ഏതായാലും അഭിമന്യുവിൻ്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. 10ാം വർഷത്തിലും അഭിമന്യുവിൻ്റെ വിചാരണ നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നടക്കണമെങ്കിൽ നല്ല കാര്യം. പോപ്പുലർ ഫ്രണ്ടുകാരെ എത്ര പേര് ശിക്ഷിക്കും, എത്ര പേര് വെറുതെ വിടും എന്ന് നമുക്ക് അധികം വൈകാതെ കാണാം. ഏതായാലും രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.